ബ്രസീൽ അവരുടെ ആരാധകർക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഹെയ്റ്റിയെ 3-0 തോൽപ്പിച്ചിരിക്കുകയാണ്. മൊറോക്കോ ആയിട്ടുള്ള ആ ഒരു ഡ്രോയ്ക്ക് ശേഷം വളരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇഗർ തിയാഗോ എങ്ങനെയാണ് കുഞ്ഞയുടെയും എൻട്രിക്കിന്റെയും മുന്നിൽ കളിക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. പക്ഷെ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ആൻസിലോറ്റി കുഞ്ഞയെ സ്റ്റാർട്ട് ചെയ്യിച്ചു. ആൻഡ് ആൻസിലോറ്റിയുടെ ആ ഒരു ഡിസിഷൻ ശരിവെച്ചുകൊണ്ട് 36-ാം മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞെ 2 ഗോളുകളും അടിച്ചുകൂട്ടി. ഹാഫ് ടൈമിന് മുമ്പ് വിനീഷ്യസ് ജൂനിയർ 3-ാം ഗോൾ അടിച്ചതോടെ ബ്രസീൽ കളി മൊത്തത്തിൽ പൂട്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ബ്രസീലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ റഫീനിയയുടെ ഇഞ്ചുറിയാണ്. മൊറോക്കോ ആയിട്ടുള്ള ആ മത്സരത്തിൽ റഫീനിയയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ മത്സരത്തിൽ 38-ാം മിനിറ്റിൽ ഒരു സസ്പെക്റ്റഡ് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് പിൻവലിക്കുന്നതുവരെ ബ്രസീലിന്റെ ഏറ്റവും ഡേഞ്ചറസ് പ്ലെയർ റഫീനിയായിരുന്നു. അദ്ദേഹം എത്ര മാച്ച് മിസ് ചെയ്യും എന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ കുഞ്ഞിയുടെ ഇമ്പോർട്ടൻസ് വീണ്ടും കൂടും. ഇഞ്ചുറികളിലേക്ക് വരുമ്പോൾ ബാഡ് ന്യൂസ് മാത്രമല്ല, ഒരു ഗുഡ് ന്യൂസും ഉണ്ട്. നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയിൽ നിന്ന് ഫുള്ളി റിക്കവർ ആയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആൻസിലോറ്റി മീഡിയകൾക്ക് കൊടുത്തിട്ടുള്ളത്. അധികം താമസിക്കാതെ തന്നെ നെയ്മർ ജൂനിയർ ഫുൾ ടീം ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അതുമാത്രമല്ല, ബ്രസീലിന്റെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമായ സ്കോട്ട്ലൻഡിനെതിരെ നെയ്മറിനെ കാണാൻ സാധിക്കും എന്നും ആൻസിലോറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ബ്രസീൽ ഫാൻസിന് വളരെ ഹോപ്പ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നെയ്മർ കൂടി ഈ ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രസീലിന് ഈ ടൂർണമെന്റിൽ എത്ര ദൂരം സഞ്ചരിക്കാൻ സാധിക്കും എന്നൊന്ന് കമന്റ്സിൽ പറയൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.